ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബീനിങ്ങിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 10ാം ക്ലാസ്സിലെ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് പാഠഭാഗത്തിൻ്റെ ആശയത്തിലേക്ക് കടക്കാം. ഈ പാഠഭാഗം ശ്രീ കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ഭാഗമാണ്. മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് പക്ഷക്കാരും ഒരു കരാർ, കുറച്ച് നിയമങ്ങൾ, യുദ്ധത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു. രണ്ട് കക്ഷികളും പരസ്പരം പ്രീതിയോടെ പെരുമാറണം. ക്ഷീണിച്ചിരിക്കുന്നവരോടും അതേപോലെ അറിയാതെ ഓർക്കാതെ ഇരിക്കുന്നവരോടൊന്നും അക്രമം ചെയ്യരുത്. ആയുധം തീർന്നു പോയവനെ കൊല്ലാൻ പാടില്ല. കുതിരകളെയും ആയുധ ചുമട്ടുകാരെയും വാദ്യക്കാരെയും ഒന്നും ഉപദ്രവിക്കരുത്. ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറവ് കൊണ്ട് വിജയിക്കാതെ സ്വന്തം കഴിവുകൊണ്ട് മാത്രമേ ജയിക്കാവൂ. ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ രൂപീകരിച്ചുകൊണ്ടാണ് മഹാഭാരത യുദ്ധം നടന്നത്. ഇങ്ങനെയുള്ള നിയമങ്ങൾ പാലിക്കപ്പെട്ടോ ഇല്ലയോ എന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിൽ രൂപീകരിച്ച ചില നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു ധർമ്മയുദ്ധം നടത്താൻ അവർക്ക് യഥാർത്ഥത്തിൽ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ഇതൊന്നും യുദ്ധത്തിൽ പാലിക്കപ്പെട്ടില്ല. യുദ്ധം നടന്നപ്പോൾ അതിനു മുമ്പ് അവർ രൂപീകരിച്ച നിയമങ്ങളൊന്നും പാലിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഭീമൻ നിയമം തെറ്റിച്ചുകൊണ്ടാണ് ദുര്യോധനനെ അടിച്ചു വീഴ്ത്തുന്നത്. അപ്പോൾ ദുര്യോധനൻ സഞ്ജയനോട് പറയുകയാണ്, നിയമം തെറ്റിച്ചാണ് ഭീമൻ എന്നെ വീഴ്ത്തിയത്. പക്ഷേ ധർമ്മമനുസരിച്ചാണ് ഇതുവരെ ദുര്യോധനൻ ജീവിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ അവസാനം നല്ലതാണ് എന്ന് അയാൾ കരുതുന്നു. സഹോദരി ദുശ്ശളയെയും അച്ഛനെയും അമ്മയെയും എല്ലാം ഓർത്ത് വിലപിക്കുന്ന ദുര്യോധനനെ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നു. കൃപകൃത വർമാശ്വതാത്മാക്കൾ അവിടെ എത്തുന്നു. വിലപിക്കുന്ന അശ്വത്ഥാമാവിനെ, ഇപ്പോൾ ഇങ്ങനെ ദുര്യോധനൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് വിലപിച്ച് ഓരോന്ന് പറയുന്ന അശ്വത്ഥാമാവിനെ ദുര്യോധനൻ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ 3 പേരും പാണ്ഡവരുടെ പാളയത്തിനടുത്ത് എത്തുകയാണ്. അവർ പ്രതികാരം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ ദുര്യോധനനെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തിയ ഈ കാഴ്ച, ഇങ്ങനെ വീഴ്ത്തി കിടക്കുന്ന ആ കാഴ്ച കണ്ട് അവർ പ്രതികാരം ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. അവർ 3 പേരും പാണ്ഡവരുടെ പാളയത്തിനടുത്തെത്തി. പാളയത്തിൽ നിന്ന് പുറത്തു കഴിയാം എന്ന് പറഞ്ഞ് കൃഷ്ണൻ അവരെയും സാത്യകിയെയും കൂട്ടി ഓഗവതി നദിയുടെ തീരത്തെത്തി. പിന്നീട് പ്രതികാരദ്യാഹിയായ ദ്രൗണി ദൃഷ്ടദ്യുമ്നനെ കൊല്ലുന്നു. ദ്രൗണി മുന്നിൽ കാണുന്നവരെയെല്ലാം വെട്ടി വീഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ശിഖണ്ഡിയെ 3 തുണ്ടമാക്കിയിടുന്നു. എല്ലാവരെയും കൊന്ന് അവർ പുറത്തെത്തി. അങ്ങനെ അവരുടെ പ്രതികാരദാഹമൊക്കെ അടക്കിയ ശേഷം മരണാസന്നനായി കിടന്നിരുന്ന, കുറച്ച് ജീവൻ മാത്രം ബാക്കിയുണ്ടായിരുന്ന ദുര്യോധനനെ അവർ കണ്ടുമുട്ടുന്നു. ശേഷം ദ്രൗണി പറയുന്നു, പാണ്ഡവരിൽ വാസുദേവനും സാത്വികിയും ഉൾപ്പെടെ 7 പേരും, നമ്മളിൽ ഞങ്ങൾ 3 പേരും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ദൃഷ്ടദ്യുമ്നനും പാഞ്ചാലന്മാരും ഒക്കെ കൊല്ലപ്പെട്ടു. ചെയ്തതിനെല്ലാം പകരം വീട്ടി ദൃഷ്ടദ്യുമ്നനെ ഞെക്കിക്കൊന്നു. അപ്പോൾ ദുര്യോധനനോട് പറയുകയാണ്, ചെയ്തതിനൊക്കെ പകരം വീട്ടിയിട്ടുണ്ട്, കുറച്ച് പേർ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരെയും കൊന്നു വീഴ്ത്തി പ്രതികാരം ചെയ്ത് പക വീട്ടിയാണ് തങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ദുര്യോധനൻ സന്തോഷത്തോടെ ഇനി സ്വർഗത്തിൽ വെച്ച് കാണാം എന്ന് പറയുന്നു. അങ്ങനെ ദുര്യോധനൻ മരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ കുറച്ച് ജീവൻ മാത്രം ബാക്കിയുണ്ടായിരുന്ന ദുര്യോധനൻ മരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ പ്രതികാരമൊക്കെ ചെയ്തു എന്ന് വന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് മരിച്ചു പോകുന്നതാണ് ഈ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ രംഗത്തിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ ദുര്യോധനൻ മരിച്ചു പോവുകയാണ്. ഇങ്ങനെ ദുര്യോധനൻ മരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് മഹാഭാരത യുദ്ധം അവസാനിക്കുന്നത്. ഇത്രയും ഒരുപാട് ചോരക്കളികളും ധർമ്മവും നിയമവും ഒക്കെ തെറ്റിച്ചിട്ടുള്ള യുദ്ധമുറകളും ഒക്കെ കൂടിച്ചേർന്നുകൊണ്ട് അങ്ങനെ ഒരു രക്തക്കളം തന്നെ അവിടെ രൂപപ്പെടുത്തിക്കൊണ്ടാണ് മഹാഭാരത യുദ്ധം ധർമ്മത്തിന് വിപരീതമായി നടന്ന് അവസാനിക്കുന്നത്.
ശേഷം ഇങ്ങനെ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ കൊലപാതക വാർത്തകൾ അറിഞ്ഞ് യുധിഷ്ഠിരൻ മോഹാലസ്യപ്പെട്ട് വീഴുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. യുധിഷ്ഠിരൻ ബോധം കെട്ട് വീണു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തുന്നു ഈ വാർത്ത കേട്ടിട്ട്. അതിനുശേഷം അവർ ആ കൊലക്കളത്തിൽ ഇത്രയും യുദ്ധം നടന്ന് ഇത്രയും കൊലകൾ നടന്ന രക്തം ചീന്തിയ മൃതദേഹങ്ങൾ തെറിച്ച് കിടക്കുന്ന അങ്ങനെയുള്ള ആ ഒരു കൊലക്കളത്തിലേക്ക് അവർ പോവുകയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ദ്രൗപദി മോഹാലസ്യപ്പെട്ട് വീഴുകയും പിന്നീട് എഴുന്നേറ്റ് യുധിഷ്ഠിരനോട് പറയുകയാണ്, ദ്രൗണിയെ കൊല്ലണം എന്നുള്ള രീതിയിൽ പറയുകയാണ്. ദ്രൗണിയുടെ ശിരസിലുള്ള ചൂടാമണി കൊണ്ടുവന്ന് അങ്ങയുടെ ശിരസിലണിഞ്ഞ് കാണണം എന്ന്. അപ്പോൾ അത്രയും വേദനയും അത്രയും ദുഃഖവും വന്നുകൊണ്ട് പറയുന്ന ഒരു ദ്രൗപദിയെയാണ് ഈ അവസ്ഥയിൽ ആ മരണമെല്ലാം കണ്ട് വേദനിക്കുന്ന ദ്രൗപദി ഇങ്ങനെ പറയുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഭീമനോട് ഈ കാര്യം പറയുകയാണ്. അപ്പോൾ ഭീമൻ പെട്ടെന്ന് തന്നെ അമ്പും വില്ലുമൊക്കെ എടുത്ത് യാത്ര തിരിക്കുകയാണ് ദ്രൗണിയെ കൊല്ലാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രതികാരം ചെയ്ത ദ്രൗണിയെ കൊല്ലാൻ വേണ്ടി യാത്ര തിരിക്കുകയാണ് ഭീമൻ. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് കൃഷ്ണൻ ഇത് അറിഞ്ഞപ്പോൾ പറയുകയാണ്, യുധിഷ്ഠിരനോട് കൃഷ്ണൻ പറയുകയാണ്, ഭീമൻ ഒരു വലിയ അപകടത്തിലേക്കാണ് പോയിരിക്കുന്നത്. ദ്രോണർ പുത്രന് ബ്രഹ്മശിരസ് എന്ന് പറയുന്ന ഒരു അസ്ത്രം കൊടുത്തിട്ടുണ്ട്. അത് ഭൂമി മുഴുവൻ ചുടാൻ മാത്രം ശക്തിയുള്ള അത്രയും ശക്തി കൂടിയ ഒരു അസ്ത്രമാണ്. ആ അസ്ത്രമാണ് ദ്രൗണിയുടെ കയ്യിലുള്ളത്. അപ്പോൾ ആ ദ്രൗണിയുടെ അടുത്തേക്ക് ഭീമൻ പോയാൽ അത് ഭീമന് അപകടമാണ്. അതുകൊണ്ട് ഭീമനെ രക്ഷിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അശ്വത്ഥമാവ് ഭീമനെയും കൃഷ്ണ യുധിഷ്ഠിരന്മാരെയും കണ്ട് ആ ബ്രഹ്മശിരസ് തന്നെ, ആ അസ്ത്രം തന്നെ പ്രയോഗിക്കാൻ, അത്രയും ശക്തിയുള്ള എല്ലാത്തിനെയും ചുട്ട് ചാമ്പലാക്കാൻ കഴിവുള്ള ആ അസ്ത്രം തന്നെ പ്രയോഗിക്കാൻ തീരുമാനിക്കുന്നു. ഇടം കൈകൊണ്ട് ഒരു പുൽക്കൊടി എടുത്ത് ആ ദിവ്യാസ്ത്രം ആപാദിപ്പിച്ച് തൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പുൽക്കൊടിയിൽ 3 ലോകവും എരിക്കാൻ കഴിയുന്ന തീ രൂപപ്പെടുകയാണ്. ഇത് കാണുന്ന കൃഷ്ണൻ, ഈ അസ്ത്രം പ്രയോഗിക്കുന്നത് കാണുന്ന കൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, ദ്രോണർ ഉപദേശിച്ച അസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്ന്. അപ്പോൾ ആ അസ്ത്രം അർജുനനും പ്രയോഗിക്കുകയാണ്. അങ്ങനെ ഈ 2 അസ്ത്രങ്ങളും കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു ഭീകരമായ കാഴ്ചയാണ് അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെ ആ ശക്തി കൂടിയ 2 അസ്ത്രങ്ങളാണ് ഇവിടെ 2 പേർ പ്രയോഗിച്ചിരിക്കുന്നത്. ദ്രൗണി ഒരസ്ത്രം പ്രയോഗിച്ചു. ഇപ്പോഴിതാ അർജുനൻ അതിനെ എതിർക്കാൻ വേണ്ടി മറ്റൊരസ്ത്രം കൂടി പ്രയോഗിച്ചിരിക്കുന്നു. അങ്ങനെ അവിടെ ഇടിമുഴക്കമുണ്ടാവുകയാണ്. നാരദനും കൃഷ്ണദ്വൈപായനും പറഞ്ഞു, അറിവുള്ളവരാരും ഈ അസ്ത്രം ഇതുവരെ മനുഷ്യരിൽ പ്രയോഗിച്ചിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഈ നാശകാരിയായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നത്? അത്രയും നാശമുണ്ടാക്കുന്ന അസ്ത്രം എന്തിനാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ അർജുനൻ അസ്ത്രം പിൻവലിക്കാൻ തയ്യാറാവുകയാണ്. അപ്പോൾ ദ്രൗണി പക്ഷേ അത് പിൻവലിക്കാൻ കഴിയാതെ വാശി പിടിച്ച് നിൽക്കുകയാണ് ചെയ്തത്. ദ്രൗണിക്ക് അത് പിൻവലിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി അറിയാം. അത്രയും ശക്തിയുള്ള അസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ അത് പിൻവലിച്ചു കഴിഞ്ഞാൽ അവൻ്റെയും കൂട്ടുകാരുടെയും തല തെറിപ്പിക്കും. അപ്പോൾ ആ ശക്തി അത്രയും കൂടുതലായതിനാൽ തന്നെ അത് പിൻവലിക്കാൻ കഴിയാതെ ദ്രൗണി വാശി പിടിച്ച് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ വ്യാസൻ പറയുകയാണ്, അർജുനൻ നിന്നെ കൊല്ലാൻ വേണ്ടിയല്ല ഒരസ്ത്രം പ്രയോഗിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ദ്രൗണിയുടെ അസ്ത്രം പ്രയോഗിച്ചപ്പോൾ അതിനെ തടക്കാൻ വേണ്ടിയാണ് അർജുനൻ മറ്റൊരു അസ്ത്രം പ്രയോഗിച്ചത്, അല്ലാതെ കൊല്ലാൻ വേണ്ടിയല്ല. അതിപ്പോൾ എന്ത് ചെയ്തു? പിൻവലിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്യുക? ബ്രഹ്മശിരോസ്ത്രം വീണ സ്ഥലത്ത് 12 കൊല്ലം മഴ പെയ്യില്ല. അർജുനൻ അത് മനസ്സിലാക്കി പിൻവലിച്ചു. അതുപോലെ നീയും പിൻവലിക്കൂ എന്ന് പറയുകയാണ് ദ്രൗണിയോട്. ദ്രൗണി നിൻ്റെ ചൂടാമണി കൊടുക്കൂ എന്ന് പറയുന്നു. ദ്രൗണി പറയുന്നു, ചൂടാമണി കൊടുക്കാം, എന്നാൽ അസ്ത്രം പിൻവലിക്കാൻ കഴിയില്ല, അത് പാണ്ഡവരുടെ സന്തതിയിലേക്ക് തിരിച്ചുവിടാം എന്ന് പറയുകയാണ്. അപ്പോൾ ഋഷികേശൻ പറയുകയാണ്, അർജുനൻ്റെ പുത്രവധുവായ ഉത്തരപെറ്റുണ്ടാകുന്ന പരീക്ഷത്ത് പാണ്ഡവ വംശത്തെ നിലനിർത്തും. അപ്പോൾ നീ അങ്ങനെ തിരിച്ചു വിട്ടാൽ തന്നെയും പരീക്ഷത്ത് പാണ്ഡവ വംശത്തെ നിലനിർത്താൻ വേണ്ടി ഉണ്ടാവും എന്ന് അവന് മറുപടിയായിട്ട് പറയുന്നു. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ദ്രൗണി അത് പിൻവലിക്കാൻ തയ്യാറാവാതെ, അങ്ങനെ പിൻവലിക്കാതെ തിരിച്ചു വിടാൻ വേണ്ടി അത്രയും ഒരു ക്രൂര മനോഭാവത്തോടു കൂടി ദ്രൗണി ഇവിടെ പെരുമാറുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ അസ്ത്രം ദ്രൗണി പാണ്ഡവരുടെ സന്തതിയിലേക്ക് തിരിച്ചു വിടുന്നു. അപ്പോൾ അത്രയും ക്രൂര മനോഭാവത്തോടു കൂടിയാണ് ഈ ഒരു അവസ്ഥയിൽ ദ്രൗണി പെരുമാറുന്നത്. അപ്പോൾ അത്രയും പ്രതികാരവും പകയും ദ്രൗണിയുടെ മനസ്സിലുണ്ട് എന്ന് ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഇത്രയുമൊക്കെ ദ്രൗണി അഹങ്കാരത്തോടു കൂടി പറഞ്ഞു നിൽക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ്, ഇവിടെ ദ്രൗണിയെ ശപിക്കുന്ന ഒരു
രംഗമാണ് കാണാൻ കഴിയുന്നത്. ഭഗവാൻ പറയുകയാണ്, ആ പരമാസ്ത്രം വീണാൽ വെറുതെ ആവില്ല. ഗർഭം ചാപിള്ളയായാലും ദീർഘായുസ് നേടും. നീ പാപം ചെയ്തവനാണ്, അതിൻ്റെ ഫലം നേടുക. നീ 3000 കാലം എങ്ങും ഏതും അറിയപ്പെടാതെ ഭൂമിയിൽ നടക്കും. നിസ്സഹായനായി തെണ്ടി നടക്കും. കൊടുങ്കാടുകളിൽ അലയും. ഈ സമയം പരീക്ഷത്താവട്ടെ ആയുസ്സൊക്കെ നേടി ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് എല്ലാ അസ്ത്രങ്ങളും പഠിച്ച് 60 ആണ്ട് ഭൂമിയിൽ വാഴും. ശേഷം കുരുവംശത്തിലെ രാജാവായി പരീക്ഷത്ത് മാറും എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ശാപവാക്ക്, ഇങ്ങനെ ശപിച്ച് ദ്രൗണി ഒന്നുമല്ലാതായി ഒരുപാട് കാലം ജീവിച്ച് അനുഭവിച്ച് പാപത്തിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരുമെന്നും, അതേപോലെ പരീക്ഷത്താവട്ടെ നല്ല രീതിയിൽ തന്നെ ജീവിച്ച് എല്ലാ അസ്ത്രങ്ങളും പഠിച്ച് രാജാവായി വരുമെന്നും പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഒരു ശാപം കൊടുക്കുകയാണ്. ദ്രൗണി പാണ്ഡവർക്ക് ചൂടാമണി കൊടുത്ത് കാട് കയറി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന പക നിറഞ്ഞ പ്രതികാരം നിറഞ്ഞ ഈ ദ്രൗണി പിന്നീട് കാട് കയറി പോകുന്നു. അപ്പോൾ ലേഖകൻ നമ്മളോട് പറയുകയാണ്, ഇത്രയും പകയും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് പോയ ഈ ദ്രൗണി ശരിക്കും ആരാണ്? മനുഷ്യൻ്റെ മനസ്സിലുള്ള പക തന്നെയാണ് ഈ ദ്രൗണി പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് നമ്മളോട് ലേഖകൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും, അതായത് അത്രമാത്രം സ്നേഹത്തോടെ മുന്നോട്ട് പോയവരെയും തമ്മിൽ തല്ലിപ്പിക്കുന്ന, സ്വത്തും അധികാരവും കിട്ടാൻ വേണ്ടി ആളുകളെ കൊല്ലാനും അതേപോലെ ഒന്നിനും മടിക്കാത്തവരായ ആളുകളെ മാറ്റുന്നത് അവരുടെ ഉള്ളിലുള്ള പകയാണ്. അപ്പോൾ ഈ പകയെ ഇല്ലാതാക്കിയാൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി നിലനിൽക്കാൻ കഴിയും എന്നുള്ളൊരു വലിയ ആശയമാണ് നമുക്ക് ഈ പാഠഭാഗം പകർന്നു തരുന്നത്. മാത്രമല്ല, യുദ്ധം കൊണ്ടൊരു ഗുണവും ഒരു മെച്ചവും നമുക്കുണ്ടാവുകയില്ല. യുദ്ധം നമുക്ക് തരുന്നത് ഒരുപാട് വേദനയും ദുഃഖങ്ങളും അതേപോലെ തന്നെ മരണവും മാത്രമായിരിക്കും എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം കൂടി പാഠഭാഗം നമ്മളിലേക്ക് പകർന്നു തരികയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തെപ്പറ്റി മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസ്സിലുള്ള പകയും വിദ്വേഷവും ദേഷ്യവുമൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു നല്ല ജീവിതത്തിലേക്കാണ് നമ്മളെല്ലാവരും പോവേണ്ടത് എന്നുള്ള വലിയ സന്ദേശം കൂടി പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ദ്രൗണിയെ ഇവിടെ പകയോടാണ് ഉപമിക്കുന്നത്. ദ്രൗണി പക തന്നെയാണ്. അത്രമാത്രം പകയും വിദ്വേഷവുമായിരുന്നു ദ്രൗണിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിനാൽ തന്നെ അങ്ങനെയുള്ള പക മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ മാത്രമേ നല്ലൊരു ജീവിത സാഹചര്യത്തിലേക്ക് നമുക്ക് വളർന്നു പോകാൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമാക്കി തരികയാണ് ഈ പാഠഭാഗം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പാഠഭാഗത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റായി അറിയിക്കുക. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരും.